ഓക്കെ, അതേപോലെ തന്നെ ഒരാളുടെ മറ്റൊരു ഡൗട്ടാണ്, എയർ ട്രാൻസ്പോർട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ജേണിയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ മെയിനായിട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റാണ് ഏവിയേഷൻ, അതിൻ്റെ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇതെന്ന് പറഞ്ഞാൽ ഏവിയേഷൻ ഇൻഡസ്ട്രി എപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഇതാണ്, ലേൺ ഫ്രം ഇറ്റ്സ് മിസ്റ്റേക്സ്. പണ്ട് കാലത്ത് ഉണ്ടായ ആക്സിഡൻസിൻ്റെ മുകളിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആ ഒരു ആക്സിഡൻറ്റ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിലേക്ക് മാറും. ഇപ്പം നമുക്കിപ്പോൾ കാണാം, ഒരു ബാഗേജ്, ഒരു പാസഞ്ചർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ബാഗേജ് കൂടെ കൊണ്ടുപോകാം. അതേസമയം ആ പാസഞ്ചർ എന്തെങ്കിലും കാരണം കൊണ്ട് ഓഫ് ലോഡ് ആവുകയും ഏതെങ്കിലും സ്റ്റേഷനിൽ ഓഫ് ലോഡ് ആവുകയെന്നുണ്ടെങ്കിൽ ആ ബാഗേജ് നമ്മളത് ഓഫ് ലോഡ് ചെയ്യണം. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പാസഞ്ചർ ചെക്ക് ഇൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാസഞ്ചറിൻ്റെ ബാഗേജ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് പ്രകാരം ലോഡ് ചെയ്യും. പക്ഷേ ബോർഡ് ചെയ്യുന്ന സമയത്ത് ആ പാസഞ്ചർ എന്തെങ്കിലും കാരണം കൊണ്ട് ബോർഡ് ചെയ്തില്ല. അപ്പം ഇങ്ങനെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പാസഞ്ചറെ ട്രേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പാസഞ്ചറെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈവൺ ഈ എയർക്രാഫ്റ്റ് ഡിലേ ആണെങ്കിൽ പോലും നമ്മൾ ആ ബാഗേജ് ഓഫ് ലോഡ് ചെയ്ത് അത് ക്യാപ്റ്റൻ്റെ മുമ്പിൽ വെച്ച് കാണിക്കണം എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. ഇതിൻ്റെ പണ്ട് മറ്റേ കാനഡയിൽ നിന്ന് വന്നൊരു എയർക്രാഫ്റ്റ് എക്സ്പ്ലോർഡായി. കാനഡയിൽ നിന്ന് വരുന്ന വഴിക്ക് ഹീത്രോയിൽ പാസഞ്ചർ ഇറങ്ങി ആൻഡ് ആ എയർക്രാഫ്റ്റ് ഡൽഹിയിലേക്ക് വരുന്നു. മിഡ് എയറിൽ ഇത് എക്സ്പ്ലോർഡായി കുറേ പേര് മരണപ്പെടാൻ കാരണമുണ്ടായി. ഇതുപോലെ പണ്ട് ഉണ്ടായ ഇഷ്യൂസിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു മിസ്റ്റേക്ക് ഇനി വരില്ല. ഇതുപോലെ തന്നെ ഏവിയേഷൻ്റെ എല്ലാ കാര്യം നമുക്ക് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ഹ്യൂമൻ ഫാക്ടർ എറർ പഠിക്കുന്നതിന് മുകളിൽ സ്വിസ് ചീസ് മോഡൽ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ജെയിംസ് എന്ന് പറഞ്ഞൊരു പ്രശസ്ത ഒരാൾ ഡിസൈൻ ചെയ്തൊരിതാണ്. നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. ഈ സ്വിസ് ചീസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ചീസ്, മറ്റേ ടോം ആൻഡ് ജെറി ഇതിൽ നമ്മൾ ചീസ് കണ്ടിട്ടില്ലേ, മറ്റേ മഞ്ഞ സാധനം, നല്ല ഭംഗിയുള്ളത്, ഇത് കുറേ ഓട്ടകൾ ഉണ്ടാവും. ഇതുപോലെയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലൂപ്പ് ഹോൾ വന്നു, ഒരു ലൂപ്പ് ഹോൾ വരികയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ലൂപ്പ് ഹോളിൽ വരുന്ന സാധനം അടുത്തതിൽ അതിന് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ പല 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 ലൂപ്പ് ഹോൾസ് ഉണ്ടാവും പല പ്രോസസ്സിന്. അപ്പോൾ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്ന ലൂപ്പ് ഹോളിനെ നമ്മൾ അടുത്ത പ്രോസസ്സിൽ ഇത് ബ്ലോക്ക് ചെയ്യും. നമ്മൾ പറയുക ഒരു ചെക്ക് ഇൻ കൗണ്ടറിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ചിലപ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റാഫ് എന്താ പറയുക ബൈ മിസ്റ്റേക്കിൽ അവിടെ ഇരിക്കുന്ന വേറൊരു ബോർഡിംഗ് പാസ് എടുത്ത് കൊടുത്തു പോയി. പണ്ട് പ്രിൻ്റ് എടുത്ത് വെച്ചാൽ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല, എന്നാലും പ്രിൻ്റ് എടുത്തൊരു ബോർഡിംഗ് പാസ് കൊടുത്ത ബോർഡിംഗ് പാസ് മാറിപ്പോയി. ഈ പാസഞ്ചർ അത് ശ്രദ്ധിക്കുന്നില്ല. പാസഞ്ചർ നേരെ ബോർഡിംഗ് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഫ്ലൈറ്റ്, പാസഞ്ചറുടെ മനസ്സിൽ എവിടേക്കാണ് പാസഞ്ചർ ഡൽഹിക്ക് പോകുന്ന ഫ്ലൈറ്റ് നോക്കി ഇൻഡിഗോയിൽ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിൽ പോകുന്ന അവിടെ പോയി ഇരുന്നു, ബോർഡിംഗ് പാസ് കയറുന്ന നോക്കി ചെക്ക് ഇൻ സ്റ്റാഫ് അത് വീണ്ടും റീചെക്ക് ചെയ്യും. ചെക്ക് ഇൻ സ്റ്റാഫും വിട്ടുപോയി റീചെക്ക് ചെയ്യാൻ. ഇപ്പോഴത്തെ കാലത്ത് ഈ ബോർഡിംഗ് ആണ്. ചില ചെറിയ എയർപോർട്ടിൽ ഈ ബോർഡിംഗ് ഇല്ലാത്ത എയർപോർട്ടിൽ ചെക്ക് ഇൻ സ്റ്റാഫ് നോക്കിയാൽ ചെക്ക് ഇൻ സ്റ്റാഫ് നേരെ കയറ്റി വിട്ടു. അടുത്ത സ്റ്റേജ് ഓഫ് അവരുടെ ചെക്കിങ് വരുന്നത് എവിടെയാണ്? ഈ എയർക്രാഫ്റ്റ് ഡോറിൽ റീകൺസിലേഷൻ ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് ഡോറിൽ റീകൺസിലേഷനും അവനും വിട്ടു. എന്നാൽ മാത്രമാണ് ഒരാൾ തെറ്റിയ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കാണാൻ ഇത്രയും സ്റ്റേജസ് ഓഫ് സ്ക്രൂട്ടിനി അവിടെ വരുന്നുണ്ട്. ഒരു പ്രോസസ്സിൻ്റെ കാര്യം പറഞ്ഞത് ഇതുപോലെയാണ്. ഇതാണ് ജെയിംസ് റീസണിൽ പറയുന്നത്. ഈ സ്വിസ് ചീസ് മോഡലിൽ പറയുന്നത് പറഞ്ഞാൽ ഇതേപോലെ ഒരു എറർ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പല പല ലെവൽസ് ഓഫ് എറേഴ്സ് താണ്ടി, ഓരോ ലൂപ്പ് ഹോൾസ് താണ്ടി അവൻ അവിടെ എത്തുമ്പോൾ മാത്രമേ എറേഴ്സ് സംഭവിക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഒരു എറർ അവിടേക്ക് എത്താൻ സമ്മതിക്കില്ല. ഇതൊക്കെ താണ്ടി ചില സിറ്റുവേഷനിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയാത്ത പോലത്തെ ആക്സിഡൻസും ഇൻസിഡൻസും ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ആ ഇൻസിഡൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനുവേണ്ടി പുതിയ റൂൾ കൊണ്ടിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയാം നമുക്ക് കോക്പിറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കോക്പിറ്റ് ഡോർസ് സെക്യൂർഡ് ആക്കി, റീഇൻഫോഴ്സ്ഡ് കോക്പിറ്റ് ഡോർസ് കൊണ്ടുവന്നു. ഈ ഇൻസിഡൻറ്റ് നമ്മുടെ 9/11 ഇൻസിഡൻറ്റിന് ശേഷം മാറിയൊരു സംഭവമാണ്. കാരണം എല്ലാം ഡിസൈൻ ചെയ്ത് പണ്ട് കാലത്ത്. അപ്പോൾ ഇത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരാൾ വന്ന് പെട്ടെന്നൊരു ക്യാപ്റ്റനെ നമുക്ക് ഗൺ പോയിന്റിലോ ഒരു ക്യാപ്റ്റനെ നമുക്ക് ഹൈജാക്ക് ചെയ്യാം, ക്യാപ്റ്റനെ നമുക്ക് ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഒരു എയർക്രാഫ്റ്റിനെ നമുക്ക് അപായപ്പെടുത്താൻ പറ്റും. അപ്പം അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ഒരു മാറ്റം വന്നു. ഇതുപോലെ ഇൻഡസ്ട്രി മാറി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ഇതിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏവിയേഷൻ എന്ന് പറഞ്ഞ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയി മാറിയത്. ഓക്കെ, ഇനി വരുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വിചാരിച്ചോളൂ. കാരണം ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു 5 വർഷം ഒരുപാട് എയർപോർട്ട് വരുന്നുണ്ട് പറയപ്പെടുന്നുണ്ട്. 210 എയർപോർട്ട്സ് ഇനി ഇന്ത്യയിൽ വരുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ജോലി സാധ്യത ഉണ്ടാകും ഒരു ന്യൂ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ന്യൂ സ്റ്റാഫിനെ സംബന്ധിച്ച് ഏവിയേഷൻ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പറ്റി? നമുക്കിപ്പോൾ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻ ജനറൽ നമുക്ക് പല പല ഫീൽഡ് വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു എയർലൈൻ ഓപ്പറേഷൻ വരാം, എയർപോർട്ട്. ഇപ്പോൾ ഡെഫിനറ്റ്ലി എയർലൈൻസ് പറക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എയർപോർട്ട്സ് വേണം. എയർപോർട്ട്സ് ഓപ്പറേറ്റ്. ഇപ്പോൾ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു പുതിയ മോഡലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എയർപോർട്ട്സ് ഒരു സിറ്റി ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് എയറോട്രോപോളിസ് എന്ന് പറയും.
എയർപോർട്ട്സ് ഒരു സിറ്റിയായി മാറുമ്പോൾ എന്താ അതോടൊപ്പം അനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ വരും. ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം, ഇത് വേണം, ഇത് ഷോപ്പിംഗ്, ഇതിൻ്റെ എയർപോർട്ട്സിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് മോൾസ് വരും. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പോയിന്റ് ഓഫ് അട്രാക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ട്സ്. ഡെഫിനറ്റ്ലി എയർപോർട്ട്സും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എയർപോർട്ട്സ് ഹാൻഡിൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി എന്ത് വേണം, നമുക്ക് എയർപോർട്ട് ഓപ്പറേറ്റേഴ്സ് വേണം. ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പല പൊസിഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ ലാൻഡ് സൈഡ്, എയർ സൈഡ്. ലാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് ആൾക്കാർ വേണം, അതേപോലെ തന്നെ എയർ സൈഡ് മാനേജ്മെൻറ്റ് ആൾക്കാർ വേണം. കൂടുതൽ ആൾക്കാരെ എയർപോർട്ട് അട്രാക്ട് ചെയ്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക, അൾട്ടിമേറ്റ്ലി എയർ ട്രാവൽ ഇൻക്രീസ് ചെയ്യും. എയർ ട്രാവൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആ ഡിമാൻഡ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫ്ലൈറ്റ്സ് എയർലൈൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ സപ്ലൈ. ഇത് ഒക്കെ ഈ ജോലി സാധ്യത കൂട്ടാൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇതിപ്പോൾ എന്താ, ഒരു എയർലൈൻ ഓപ്പറേഷനിൽ നമുക്ക് എന്താ, കസ്റ്റമർ സർവീസിലേക്ക് ആൾക്കാരെ വേണം, റാം സൈഡിലെ എയർക്രാഫ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാർ വേണം, ഇതിന് സെക്യൂരിറ്റി, ഏവിയേഷൻ സെക്യൂരിറ്റിക്ക് വേണ്ടി ആൾക്കാർ വേണം, ബാഗേജ് ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാർ വേണം, ലോഡ് പ്ലാനിങ്ങിൻ്റെ ആൾക്കാർ വേണം, അതുപോലെ ഇത് ഓവറോൾ കോർഡിനേഷൻ ആൾക്കാർ വേണം, ഇതിൻ്റെ മാനേജേഴ്സ് വേണം, ഇതിൻ്റെ റവന്യൂ മാനേജ് ചെയ്യാനുള്ള ആൾക്കാർ വേണം. ഈ റൂട്ട് ഏതൊക്കെ റൂട്ടിൽ പറഞ്ഞാലാണ് ഇവർക്ക് പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് നെറ്റ്വർക്കിങ്ങിന് ആൾക്കാർ വേണം, റവന്യൂ ഒപ്റ്റിമൈസേഷൻ വേണം. എന്ത് പ്രൈസിൽ കോമ്പറ്റീഷനാണ്, ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ കോമ്പറ്റീഷൻ, എന്ത് പ്രൈസിൽ ഞാൻ എൻ്റെ ടിക്കറ്റ്സ് സെല് ചെയ്താലാണ് എനിക്ക് ആൾക്കാരെ കിട്ടുക, ഏത് മാർക്കറ്റിലാണ് ഞാൻ ഇതിന് പ്ലേസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ ആൾക്ക് കോർപ്പറേറ്റ്സ് വേണം. ഇത് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റിൻ്റെ ഒരു കാലമാണ്. ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വേണം. അപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇതുപോലെ പല ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ അതർ ദാൻ നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എപ്പോഴും പറയും ഗ്രൗണ്ട് സ്റ്റാഫ്, ക്യാബിൻ ക്രൂ, പൈലറ്റ്, ഇതല്ലാണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യ പോലത്തെ ഒരു രാജ്യം, ഇന്ത്യ ഗ്രോ ചെയ്യുന്ന ഒരു ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അടുത്ത് തന്നെ ഇന്ത്യ ടോപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഇൻഡിഗോൻ്റെ ക്യാപ്ഷൻ തന്നെ അവർ മാറ്റി, ഇന്ത്യ ബൈ ഇൻഡിഗോ എന്നാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അറിയപ്പെടുന്ന ഇൻഡിഗോൻ്റെ ഒരു പേരിലായ ആ ഒരു ലെവലിലേക്കാണ് ഇൻഡിഗോ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്തൊരു നെക്സ്റ്റ് 5 years ഓർ നെക്സ്റ്റ് 10 yearsനുള്ളിൽ ഇന്ത്യയിൽ ഒരു ഏവിയേഷൻ ബൂം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ആസ് എൻ എയർലൈൻ സ്റ്റാഫ് നമ്മൾ പാസഞ്ചർ കൊടുക്കുന്ന ബെസ്റ്റ് സർവീസ്, ഇൻ റിട്ടേൺ എന്താണ് തിരിച്ച് എയർലൈനിൽ കിട്ടാൻ പോകുന്ന അവരുടെ ഫീഡ്ബാക്ക്, അത് എത്രത്തോളം, എങ്ങനെ നമ്മൾ ആ സ്റ്റാഫിനെയും ആ എയർലൈനെയും എത്രത്തോളം അത് ഡെവലപ്മെന്റ് ചെയ്യും എല്ലാ തരത്തിലും? നമ്മളിതിനിപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസ് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. കസ്റ്റമർ സർവീസ് പഠിക്കുമ്പോൾ ഇതിൽ ശരിക്കും ഒരു കോർപ്പറേറ്റ് ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ശരിക്കും എന്തിനാണ് നമ്മൾ കസ്റ്റമർ സർവീസ് ഒരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നത്, ഒരു കസ്റ്റമർ സർവീസ് ഒരു എയർലൈൻ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ആയിട്ടുള്ള റാപ്പോ ബിൽഡ് ചെയ്യാനാണ് അതിൻ്റെ ബേസിക് ഫാക്ടർ. ഒരു കസ്റ്റമറിനെ നമ്മൾ ലോയൽറ്റി ഓർ മേ ബി ലെറ്റ്സ് സേ ഒരു കസ്റ്റമറിനെ നമ്മൾ അത്രയും ട്രീറ്റ് ചെയ്യാണ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ഓർ കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയാം. ആ കസ്റ്റമർ അത്രയും സാറ്റിസ്ഫൈഡ് ആവാണ് നമ്മുടെ ട്രാവലിൽ, ഓർ ഇഫ് ഹി ഈസ് സോ കംഫർട്ടബിൾ ഇൻ ദിസ് ട്രാവൽ, ഡെഫിനറ്റ്ലി ആ കസ്റ്റമർ എന്തുണ്ടാവും, ഈ എയർലൈനായിട്ടൊരു ലോയൽറ്റി ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ആ ലോയൽറ്റി ആണ് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈം വെൻ ഹി ഈസ് ഫ്ലൈയിങ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം, ഒരു ലെറ്റ്സ് സേ ഒരു എയർലൈൻ ഭയങ്കര മോശം സർവീസാണ് ചെയ്യുന്നത്, ഒരു പാസഞ്ചർ ട്രാവൽ ചെയ്യാണ് എപ്പോഴും ഇതേപോലെ പല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ എയർലൈൻസിനെ പറ്റി പല പ്രശ്നങ്ങളും ആൾക്കാർ ഇപ്പോൾ ഒരു എന്തെങ്കിലും ചെറിയൊരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അത് പോസ്റ്റ് ചെയ്യും. അതേസമയം വേറെ എയർലൈന് അവരുടെ ബെസ്റ്റ് കൊടുക്കുന്നു, ആ കസ്റ്റമറിന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, അവർ വെർത്ത് ഓർ വാല്യൂ ഫോർ മണി ട്രാവലാണ് എന്ന് ഒരു എയർലൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ കസ്റ്റമർ നെക്സ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ പറഞ്ഞ എയർലൈൻ ചൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ റിട്ടൻഷൻ, ഒരു കസ്റ്റമർ നമ്മൾ ഫ്ലൈ ചെയ്തിട്ട് അവൻ പോകുന്നില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ആ കസ്റ്റമറിനെ ഈ ഒരു എയർലൈനായിട്ടുള്ളൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അത് സാധിക്കും. ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് എയർലൈൻസ് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻറ്റ് ഫ്ലയർ പ്രോഗ്രാം. ഈ ഫ്രീക്വൻറ്റ് ഫ്ലയർ പ്രോഗ്രാം എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ലോയൽറ്റിയാണ്. ഞാൻ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാണ്, എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മൈൽസ് കിട്ടി, ഓക്കെ, ഞാൻ ഇവിടുന്ന് ദുബായ് വരെ ഫ്ലൈ ചെയ്തു, എനിക്ക് കുറച്ച് മൈൽസ് കിട്ടി. നെക്സ്റ്റ് ടൈം ഞാൻ അടുത്തൊരു ഫ്ലൈറ്റ് ചൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്. ഇൻഡിഗോൻ്റെ എയർ ഇന്ത്യൻ്റെയും പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്, എയർ ഇന്ത്യ ലേശം കൂടുതൽ നിൽക്കുന്നുണ്ട്. ബട്ട് ഞാൻ എന്ത് കൺസിഡർ ചെയ്യും, ഞാൻ എയർ ഇന്ത്യയിൽ പറക്കുന്നത് എനിക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ മൈൽസ്, എനിക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഈ എയർലൈൻ തരുന്നുണ്ട്. ഞാൻ എയർ ഇന്ത്യയിൽ പറയും ഈ മൈൽസ് വെച്ചിട്ട് എനിക്ക് ഫ്യൂച്ചറിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് മേ ബി അതെനിക്ക് ഷോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, എൻ്റെ അപ്ഗ്രേഡ്സിന് വേണ്ടി യൂസ് ചെയ്യാം, പുതിയൊരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ പല ബെനിഫിറ്റ്സും അതർ ദാൻ ഈ ട്രാവൽ എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു എയർലൈനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എയർലൈൻ ഈ കസ്റ്റമേഴ്സിൻ്റെ ഒരു ലോയൽറ്റി പ്രോഗ്രാം, നമുക്ക് പറയുന്ന പേര് തന്നെ ലോയൽറ്റി പ്രോഗ്രാം എന്നാണ്. ആ ലോയൽറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർലൈൻ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ഫ്രീക്വൻറ്റ് ഫ്ലയർ പ്രോഗ്രാംസ്, അതേപോലെ കസ്റ്റമർ ഫീഡ്ബാക്സ് എടുത്താൽ ഫീഡ്ബാക്സിന് വേണ്ടി കസ്റ്റമേഴ്സിനെ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ കംപ്ലയിൻറ്റ്സ്. ആൻഡ് മോർ ഓവർ ഇതൊരു വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ആണ്.
നമ്മളെപ്പോഴും പറയും വേർഡ് ഓഫ് മൗത്ത്. നമ്മളൊരു തെറ്റായ കാര്യം നമ്മൾ കൂടുതൽ പേരത്ത് പറയാനും, ഇപ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കണ്ടു, നമ്മളത് കുറേ പേരത്ത് പോയി പറയും. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കണ്ടാൽ നമ്മൾ കുറച്ച് പേരത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ചീത്ത സംഭവം ഒരു എയർലൈൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത് വരാണ്ടിരിക്കാനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റാഫിനെ കൊണ്ട് നമ്മൾ മാക്സിമം കസ്റ്റമർ സർവീസ് എഫേർട്ട്, ഒരു കസ്റ്റമറിനെ അത്രയും സാറ്റിസ്ഫൈ ആക്കിയതിന് ശേഷമാണ് ഒരു എയർലൈനിൽ നമ്മൾ വിടുന്നത്. അതാണ് അതിൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ സാർ, അപ്പോൾ ഏവിയേഷൻ സ്റ്റുഡൻസിന് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന സെഷനായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അതേപോലെ തന്നെ അവരുടെ ഡൗട്ട്സ് ഒരുപാട് ക്ലിയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പല സ്റ്റുഡൻസിനും ഇതേ ഒരു ഡൗട്ട് മനസ്സിൽ വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പാർബെക്സിൽ ഞങ്ങളുടെ ഒരു കോഴ്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് ആൻഡ് എയർപോർട്ട് ഹാൻഡ്ലിംഗ് എന്നുണ്ട്. ഇതുപോലെ ഏവിയേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഏവിയേഷൻ്റെ ഒരു എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തുകൊണ്ടൊരു സിലബസ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ജോബ് പെർസ്പെക്റ്റീവിൽ ഡെഫിനറ്റ്ലി അവർക്ക് 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഇൻ്റർനാഷണൽ ട്രിപ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. കൂടുതൽ ആൾക്കാർക്ക് ഇത് ഈ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആർബെക്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ കോഴ്സസും ഏവിയേഷൻ റിലേറ്റഡ് സ്റ്റഡീസിനെ കുറിച്ചും നമുക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു.